എന്താടാ ഇന്ന് 4:30 ബസ് സ്റ്റാൻഡിൽ പോണ്ടേ? എന്തിനാടാ പോയിട്ട്? പിന്നെ ഇന്നലെയും കാണാൻ തുടങ്ങിയല്ല. എന്താ മോനെ ഈടായിട്ട് ഒരു ഇളക്കം? ഇളക്ക? എന്തിളക്കം? പേര് ശ്രുതി, കോറ സ്കൂളിലെ മലയാളം ടീച്ചർ. കഴിഞ്ഞ കൊല്ലം കല്യാണം കഴിഞ്ഞു, ഇപ്പൊ ഇണ്ടേ പോയി. ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട്? നിന്റെ പ്രേമല്ല ഒരേ റൂട്ടല്ലേ ഇതുവരെ? അതെല്ലേ? അതെ. എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാടാ. പക്ഷെ ഈ 30-ാം വയസ്സിൽ പറയാൻ നടന്ന ശല്യം എടി വയസ്സിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ ആ നാട്ടിൽ വേറെ കൊമ്പിടില്ലാത്തോണ്ടല്ല നീ ദിവസം ഒരാൾ നോക്കി എന്നുള്ള എനിക്ക് അറിയാം. നല്ല ഫ്ലാഷ് ബാക്ക് ഉണ്ടാ. ഒന്ന് പോടാ. ഡിവോഴ്സ് ഒന്നും എന്നെ കൺസേൺ ചെയ്യല്ല. ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയക്കും. പിന്നെന്തോ. ഓഹോ, അപ്പത്തന്നെ ഇഷ്ടപ്പെട്ടാ? ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് അവളെ കാണാൻ വേണ്ടി മാത്രം 4:30 ബസ് വരുന്നതിനൊക്കെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടില്ല ആ കാലത്തേക്കാണ് അവളിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കൊള്ളാം. എന്താ അടുത്ത പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. നമുക്ക് അറിയുകൂടിയില്ലടാ. അത് നമുക്ക് അറിയിക്കാം. ഞാൻ എന്തായാലും ഇക്കൊല്ലം കല്യാണം കഴിക്കും. ഇപ്പൊ നീ കുറച്ച് റിസ്ക് എടുത്താൽ അടുത്ത് നമ്മൾ പോയി. അതൊന്നും നടപടി ആവില്ലടാ. ഇപ്പൊ അവൾക്കൊരു സ്പേസ് കൊടുക്കുക, എന്നിട്ട് അവളെ അറിയാതെ അവളങ്ങനെ സ്നേഹിക്കുക. അതല്ല എക്സ്പെക്ടേഷൻ അല്ലേ? ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയാൽ നീ അവളെ പോയിട്ട് പ്രൊപ്പോസ് ചെയ്യുകയും ചെയ്യും, പേരങ്ങും ചെയ്യും. എനക്കറിയില്ല. സെൻസിറ്റീവ് ക്യാരക്ടർ ഒരു മൈരാണ്. നീ പറഞ്ഞതേ നടക്കാൻ പോകില്ല. നീ ഓക്കൊരു മെസ്സേജ് അത് വേണം.